ദിയ കൃഷ്ണയെ വീണ്ടും പുകഴ്ത്തി പേർളി മാണി. ഫാമിലി വ്ലോഗേഴ്സിന്റെ ഇടയിൽ നീ ചരിത്രമാണ് കുറിച്ചതെന്ന് പേർളി പറയുന്നു. 60 ലക്ഷം എന്ന വലിയ സംഖ്യ ഒരുപാട് ആളുകളുടെ ഹൃദയം കീഴടക്കിയ, ഒരുപാട് ആളുകളെ സ്പർശിച്ച, ഒരുപാട് ആളുകൾക്ക് പ്രചോദനമായ, ഒരുപാട് സ്ത്രീകളെ പ്രതിനിധീകരിച്ച നിനക്കൊരു ബിഗ് സല്യൂട്ട്. നീ ധൈര്യവതിയായ മമ്മയാണെന്ന് തെളിയിച്ചു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം പേർളി കുറിച്ചത്. എത്ര വേഗമാണ് 60 ലക്ഷത്തിലേക്ക് എത്തിയത്. ഫാമിലി വ്ലോഗേഴ്സിന്റെ ഇടയിൽ നീ കുറിച്ചത് ചരിത്രമാണ് ദിയ. ഒരു സ്ത്രീക്ക് തന്റെ ജീവിതം ലോകത്തിന് മുന്നിൽ തുറന്നുകൊടുക്കാൻ അപാരമായ ധൈര്യം ആവശ്യമാണ്. പ്രത്യേകിച്ച് പ്രസവം പോലെ സെൻസിറ്റീവായ, ശക്തവുമായ ഒന്ന്. ഒരു പെൺകുട്ടി ധൈര്യത്തോടെ ഡെലിവറി വ്ലോഗ് പങ്കിട്ടത് ഞാൻ കണ്ടു. ആ സമയം എൻ്റെ മനസ്സിലുണ്ടായ വികാരങ്ങളുടെ തിരമാലകൾക്ക് തടയിടാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. ഞാനും ഒരുപാട് കരഞ്ഞു. അവൾ അനുഭവിച്ച വേദന കാരണം മാത്രമല്ല, വേദനയുടെ ഓരോ നിമിഷത്തിലും നീ കാണിച്ച ശക്തി കണ്ടിട്ടാണ് എൻ്റെ കണ്ണുകൾ ധാരധാരയായി ഒഴുകിയത്. എത്ര വട്ടം കാണുന്നുവോ അത്രയും തവണ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു മാജിക്കൽ പവറുണ്ട് നിന്റെ വീഡിയോയിൽ. നീ വേദന കൊണ്ട് വിറച്ച നിമിഷങ്ങൾ, വിറങ്ങലടിച്ച ശ്വാസം, നിശബ്ദമായ കണ്ണുനീർ, ആത്മാവിൻ്റെ ഉള്ളിൽ എവിടെയോ നിന്ന് വന്ന നിലവിളി, പിന്നെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം, ഒരു കുഞ്ഞിക്കരച്ചിൽ, ശ്വാസം പോലും നിലച്ചുപോയ നിമിഷങ്ങൾ. നിന്റെ കുഞ്ഞിനെ നീ മാറോട് ചേർക്കുന്ന ആ നിമിഷങ്ങൾ വർണ്ണിക്കാൻ വാക്കുകൾ പോരതിയ. ആ നിമിഷം കണ്ടപ്പോൾ ഞാൻ ഉൾപ്പെടെ ഈ യാത്രയിലൂടെ കടന്നുപോയ ഓരോ സ്ത്രീയെയും ഞാൻ ഓർത്തു. വേദന, ഭയം, പ്രതീക്ഷ, ഉള്ളിൽ നിന്ന് എങ്ങനെ ഉയർന്നു വരുന്ന, വിശദീകരിക്കാനാവാത്ത സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്ന ആ ശക്തി, എല്ലാം ഞാൻ ഓർത്തുപോയി. ജീവന്റെ കഥ പങ്കുവച്ച പെൺകുട്ടി ദിയ, നിന്നോട് നന്ദി. നീ ഒരു കുഞ്ഞിനെ മാത്രമല്ല പ്രസവിച്ചത്, മറ്റ് നിരവധി ആളുകളുടെ ഹൃദയത്തിൽ നീ ധൈര്യമായി മാറുകയും ഒരു പുതുവെളിച്ചം വീശുകയായിരുന്നു. എല്ലാ അമ്മമാരോടുമായി ഞാൻ പറയട്ടെ, എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കും. എനിക്ക് നിങ്ങളെ അനുഭവിച്ചറിയാനാകും. നിങ്ങളുടെ യാത്രയുടെ ഓരോ ഭാഗത്തെയും ഞാൻ ബഹുമാനിക്കുന്നു. പേർളി വികാരവതിയായി കുറിച്ചത് ഇങ്ങനെയായിരുന്നു. ഈ ജൂലൈ 5-നാണ് ദിയ കൃഷ്ണ ആൺകുട്ടിക്ക് ജന്മം നൽകിയത്. യൂട്യൂബ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഡെലിവറി വീഡിയോ ആയി അത് മാറിയിരിക്കുകയാണിപ്പോൾ. നിയോം എന്ന് പേരിട്ടിരിക്കുന്ന ഓമി ശരിക്കും യൂട്യൂബിൽ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചു.